വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ് ഓൾ. രാവിലെ തന്നെ ഞങ്ങൾ കൊച്ചി എറണാകുളം പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പപ്പായും മമ്മിയും മോനുമായിട്ട് വന്നേക്കെയാണ്. മോൻ്റെയും എൻ്റെ ഇളയ മോൻ്റെയും മമ്മിക്കുമായിട്ട് വിസ എടുക്കുന്നതിന് വേണ്ടിയാണ്. വിസയുടെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. അതിന് ചെല്ലാൻ വേണ്ടിയാണ് ഞങ്ങൾ ട്രെയിന് വന്നിരിക്കുന്നത്. ട്രെയിൻ കയറാൻ വന്നിരിക്കുന്നത് കൊല്ലത്താണ്. ട്രെയിനിൽ വന്നിരിക്കുന്നത് എറണാകുളം എക്സ്പ്രസ്സിൽ പോകാനായിട്ടാണ്. 8:20 എറണാകുളം എക്സ്പ്രസ്സിന് പോകാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേന് വീട്ടിൽ നിന്നിറങ്ങി ഞങ്ങൾ ഇവിടെ എത്തിയത് ഓൺ ടൈമിൽ ട്രെയിൻ ഉണ്ടായിരുന്നെങ്കിലും ഒരു ഹാഫ് അവർ അവിടെ നിർത്തിയിട്ടേക്കായിരുന്നു ട്രെയിൻ. ഹാഫ് അവർ കഴിഞ്ഞിട്ടാണ് ട്രെയിൻ അവിടെ നിന്ന് എടുത്തത്. അങ്ങനെ ഇതൊരു 3 അവർ യാത്രയുണ്ട്. അങ്ങനെ ട്രെയിനകത്ത് കയറി നമ്മളെല്ലാം സെറ്റ് ചെയ്തു. മീൻസ് മോന് ഫീഡ് കൊടുക്കുന്നതിനും, അതായത് ബോട്ടിൽ ഫീഡിനുള്ള സാധനങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വിസയ്ക്ക് ഇതെന്ന് പറയുമ്പം എൻ്റെ മോൻ്റെ ചൈൽഡ് ഡിപ്പെൻഡൻ്റ് വിസയ്ക്കും പിന്നെ മമ്മിയുടേത് വിസിറ്റിംഗ് വിസയ്ക്കുമാണ് അപ്ലൈ ചെയ്തിരുന്നത്. അപ്പം അത് ഒരു ഏജൻസി വഴിയാണ് ഞാൻ ചെയ്തത്. ഏജൻസി വഴി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാകുമ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഏജൻസി വഴി ചെയ്യാൻ നോക്കിയത്. അങ്ങനെ ട്രെയിൻ താണ്ടെ കൊല്ലത്തുനിന്ന് ഇങ്ങനെ എടുത്തു. അപ്പം ഈ ഏജൻസി എന്ന് പറയുമ്പം ഒരു എറണാകുളത്തുള്ളൊരു ഏജൻസിയാണ്. റിയാദ് ട്രാവൽസ് എന്ന് പറയും ഏജൻസി. അവിടെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് അപ്പോൾ അവർ അതിൻ്റെ ആപ്ലിക്കേഷനെല്ലാം ഫില്ല് ചെയ്ത് അവർ തന്നെ എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ എമൗണ്ട് പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ട് എത്രയാണെന്ന് വെച്ചാൽ അത് നമുക്ക് അയച്ചു തരും. എത്ര പേയ്മെൻറ്റ് എന്നുള്ളത് അത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ലെറ്ററും പിന്നെ ഒരു ചെക്ക് ലിസ്റ്റ് നമുക്ക് കിട്ടും. അപ്പം അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെക്ക് ലിസ്റ്റും ഈ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ലെറ്ററും പിന്നെ നമ്മുടെ പാസ്പോർട്ടും മാത്രം കൊണ്ടുപോയാൽ മതി എന്നാണ്. അത് എൻ്റെയൊക്കെ സമയത്തെന്ന് പറയുമ്പം എല്ലാ ഡോക്യുമെൻറ്റ്സും എനിക്ക് അപ്പോയിൻമെൻറ്റ് സെൻറ്ററിൽ കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ഈ ചെക്ക് ലിസ്റ്റും കൺഫർമേഷൻ ലെറ്ററും മാത്രം കൊണ്ടുപോയാൽ മതി. പിന്നെ നമ്മുടെ ട്രാവൽ ഡോക്യുമെൻറ്റും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഈ അപ്പോയിൻമെൻറ്റ് തന്നെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആക്കുന്ന രീതിയിലുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെയെന്ന് പറയുമ്പം പിന്നെ ഇത് അവിടെ ഈ വിസ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പം 1 മന്ത് എന്നാണ് അവർ പറയുന്നത്. 1 മന്ത് അല്ല, 15 ഡേയ്സ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ 15 ഡേയ്സിനുള്ളിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായോ ഇല്ലയോ എന്ന് നമുക്കറിയാം. അപ്പം ഞാൻ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് മന്താണ് നെക്സ്റ്റ് മന്ത് ഒരു ലാസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് മുന്നേ ഇത് കിട്ടണമെന്നുള്ള രീതിയിലാണ് അപ്പം നമ്മൾ ഈ വിസയ്ക്ക് ഇപ്പോഴേ അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു 12:15-12:30 ആകാറായപ്പോഴേക്കും നമ്മൾ എറണാകുളം എത്തിയിട്ട് നമ്മളവിടെ ഒരു ഓട്ടോയിലാണ് നമ്മൾ
ഈ വിസ ഓഫീസിലോട്ട് പോകുന്നത്, VFS ഓഫീസിലേക്ക് പോകുന്നത്. അപ്പം അവിടെ ചെന്നിറങ്ങി നമുക്ക് എന്താ പറയുന്നത് 1:10 ടൈം കിട്ടിയിരുന്നത്. അപ്പം നമ്മളൊരു 12:45 അവിടെ എത്തിയിട്ട് അപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ നമ്മളോട് കുഞ്ഞുമായിട്ട് വന്നതുകൊണ്ട് ഒരു പ്രീമിയം ലോഞ്ച് എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റിനെന്ന് പറയുമ്പം സമയമെടുക്കും, ഇച്ചിരി വെയിറ്റിംഗ് ടൈമുണ്ട്. ഇതിന് പ്രീമിയം ലോഞ്ച് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഇതിന് തന്നെയും ഒരു 4,000 സംതിങ് പേയ്മെൻ്റ് ആകും. പിന്നെ ഇപ്പം പ്രീമിയം എടുക്കുകയാണെങ്കിൽ 7,000 ആവും. എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡിൽ ഉദ്ദേശിക്കുന്നത് ഈ കൊറിയർ ചാർജ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് 4,000 വരുന്നത്. 2 പേരുണ്ടായതുകൊണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ കുഞ്ഞുങ്ങൾ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങണമെന്നുള്ള രീതിയിൽ നമ്മൾ പ്രീമിയം ലോഞ്ച് എടുത്തിട്ടാണ് കയറിയത്. അങ്ങനെ കയറി പെട്ടെന്ന് തന്നെ അവിടെ ഉള്ളവർ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്ത് തരികയാണ് ചെയ്തത്. അങ്ങനെ അത് ചെയ്ത് നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ ഇറങ്ങി. ഉടനെ നമ്മൾ പിന്നെ എന്താണ് അടുത്ത ട്രെയിനിന് നമുക്കൊരു 4:20 ഉണ്ടായിരുന്നുള്ളൂ അടുത്ത ട്രെയിൻ. അപ്പം നമ്മൾ അവിടെ ഒബ്റോൺ മാൾ അറിയായിരിക്കും, ഒബ്റോൺ മാളിൽ പോയി. അത് വലിയ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒബ്റോൺ മാൾ അവിടെ അടുത്തായിരിക്കും എന്നുള്ള രീതിയിൽ ഹോട്ടലിൽ കയറിയതാണ്. ഏതാണ്ട് ഒരു അരമണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അങ്ങനെ 250 രൂപ കൊടുത്ത് ഒബ്റോൺ മാളിൽ പോയി. അവിടെ കറങ്ങി ജസ്റ്റ് ഒന്ന് എന്താ പറയുന്നത് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തിരിച്ചെത്തിയിട്ട് 4:20 ട്രെയിന്. അപ്പോൾ അതിന് മുന്നേ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. പിന്നെ അതിന് മുന്നേ നമ്മൾ ഫുഡും കഴിച്ചു പെട്ടെന്ന് സെറ്റായിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ ട്രെയിൻ വന്ന് ഒരു 4:20 4:45 കഴിഞ്ഞപ്പോഴത്തേന് ട്രെയിൻ വന്നു. പിന്നെ അതിൽ കയറിയിട്ട് മീൻസ് ചെയർ ടൈപ്പായിരുന്നു സീറ്റിംഗ് എന്ന് പറയുമ്പോൾ. അപ്പം പിന്നെ അതിലിരുന്ന് നമ്മൾ പിന്നെ ചായയൊക്കെ കുടിച്ച് ഒരു 8 മണിയൊക്കെ ആവാറായപ്പോഴത്തേന് ഞങ്ങൾ കൊല്ലമെത്തി. കുറച്ച് നേരമൊക്കെ പിടിച്ചിടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 8 മണി ആവാറായപ്പം കൊല്ലത്തെത്തിയിട്ട് പിന്നെ നമുക്ക് അവിടുന്ന് പിന്നെയും ഒരു 3/4 മണിക്കൂറത്തെ യാത്രയുണ്ട് വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് പിന്നെ വീട്ടിലേക്ക് ഒരു 9 മണിയൊക്കെ ആവാറായപ്പോഴത്തേനും വീട്ടിലെത്തി. ഇതായിരുന്നു ഇന്നത്തെ ഡേ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. நார்மல் டிஎம்பி மாதிரி 3 வருஷம் கண்டிப்பாக வருவாங்க. அப்படி அவங்க போயிட்டான்ற மாதிரி அவங்களோட பேட்டரி எழுதி பண்ணி இது நான் சும்மா சொல்கிறதில்ல, நான் ஸ்பெண்ட் பண்ண ஆரம்பிச்சேன் கொஞ்சம் வெளியில் வரும்போதெல்லாம் வாங்க வணக்கம் சார்னு போட்டு நமக்கு அதெல்லாம் இல்லை, நமக்கு வேணும். சும்மா நீங்கள் எவனையுமே நீ வந்துட்டு இது பண்ண அது 27 அப்புறம் நான் 27 அவன் வேலை
மழை ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.